ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന കൈൻമാസ്റ്ററിലെ ഇൻട്രോ എഡിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കൈൻമാസ്റ്ററിനെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ കൈൻമാസ്റ്റർ എന്താണെന്ന് ആദ്യം തന്നെ പറയാം. കൈൻമാസ്റ്റർ എന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റിങ്ങിൽ ഏറ്റവും മികച്ചൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് അതിനേക്കാളും അടുത്ത ഓട്ടോമാറ്റിക്കലല്ലേ നമ്മളായിട്ട് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ സൂപ്പറാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ രണ്ടാം സ്ഥാനമൊക്കെ ഉണ്ടാണെന്നാണ് എനിക്ക് ഊഹം, നമ്മുടെ കൈൻമാസ്റ്റർ വീഡിയോ എഡിറ്റിങ്ങിൽ. പിന്നെ നമ്മുടെ പി സിയിലൊക്കെ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് നമുക്കറിയാമല്ലോ, അത് രണ്ടാമത്തെയാണ് എൻ്റെ ഊഹം. എന്തായാലും കൈൻമാസ്റ്റർ ഓൺ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. കൈൻമാസ്റ്റർ ഇപ്പോൾ ഓൺ ആവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഇതാണ് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചത്. ഒരു വട്ടം ഞാൻ എഡിറ്റ് ചെയ്ത് പോയി. എന്നുവെച്ചാൽ ആദ്യമേ ഒരു വീഡിയോ എടുത്തതിന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ കാരണം അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമതെടുക്കുന്ന വീഡിയോ ആണിത്. നമ്മളിപ്പോൾ ചുമ്മാ വീഡിയോ ചെയ്താൽ അതവിടെ സേവ് ആയി കിടക്കുന്നതാണ്. വേറൊരു കാര്യം, ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാം. എന്താ ചെറിയ ഹാങ് ഉണ്ട്. പാട്ട് ഞാൻ കേൾപ്പിക്കുന്നത് മലയാളിക്കെന്താടാ ചേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുടർന്നാൽ അട്ടപ്പട്ടല്ലം. എല്ലാം കേട്ടല്ലോ. ഇതെങ്ങനെ ചെയ്യുന്ന നമുക്ക് ആദ്യമേ നോക്കാം. ഏതിപ്പോൾ എല്ലാം നോക്കട്ടെ. പാട്ട് അവിടെ പാട്ട് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ആ പാട്ട് കിട്ടി. ഈ പാട്ട് കൊടുക്കട്ടെ, അതിൽ ഞാൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിത് ഇങ്ങനെ കറക്റ്റ് ലെവൽ കണ്ട ഇങ്ങനെ അടിക്കുന്ന സീനിൽ ഇവിടെ എത്തുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ ലെയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ വീഡിയോ ഫോട്ടോ എന്നത് പടം കാണുന്നതിനെ നോക്കിയിട്ട് ഞാനിപ്പോൾ ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത സംഭവമാണിത്. അത് നമുക്ക് അതുവഴി ഞാനിപ്പോൾ എൻ്റെ ലോഗോ ആണ് ഇടുന്നത്. എനിക്കിപ്പോൾ ലോഗോ ഇടാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, അതുകൊണ്ട് ലോഗോ ഇടാൻ പറ്റത്തില്ല. ഞാൻ ഊഹം അറിയാവുന്നുണ്ടെങ്കിൽ പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. നിന്ന് ഈ ബട്ടണിലേക്ക് ഇട്ട് മാറ്റുക, ഷേപ്പ് എടുത്തിട്ട് നമ്മൾ വന്നിട്ട് ഫീച്ചർ എഴുതിയൊക്കെ മിക്സ് ചെയ്ത് കൂട്ടിയൊക്കെ 3-4 അടിക്കുക. എന്നിട്ട് നമ്മളെ കറക്റ്റ് അളവിൽ നോട്ടാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയി, ഇച്ചിരി കൂട്ടയിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ ഞെക്കുക. എന്നിട്ട് നമ്മൾ താഴോട്ട് എടുക്കുമ്പോൾ ഇച്ചിരി ചെറുതാക്കുക, ഒരുപാടായ. എന്നിട്ട് ഈ ആനിമേഷൻ എടുത്ത് പോപ്പ് ഇടുക. നമ്മൾ ചാടണ്ടേ, ഇതിന് വേണ്ടി പോപ്പ് ഇടുക. പിന്നെ ഔട്ട് ആനിമേഷൻ ഫേഡ് ഒന്ന് ഇടുക. അതെന്തൊന്ന് പൊടിയെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. വലിയ പണിയൊന്നുമില്ല, ചെറിയ പണിയാണ്, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇൻട്രോ ഉണ്ടാക്കാൻ സൂപ്പർ സാധനമാണ്. സൗണ്ട് മലയാളിക്കെന്താടാ ചേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുടർന്നാൽ അട്ടപ്പട്ടല്ലം. സൂപ്പറാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആദ്യം വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. കണ്ടിട്ട് ആരെയും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ ഞാൻ ഇവിടെ ലെയറിൻ്റെ ഇതിടുകയാണ്. ഉണ്ടായ ടെക്സ്റ്റ് അടിക്കുക, ലെയർ അടിച്ച് ടെക്സ്റ്റ് അടിക്കുക. എന്നാൽ ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ വരാൻ എത്തിക്ക് പൊങ്ങലാണ്. പിന്നെ ഞങ്ങളുടെ ചാനലാണ് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. നമുക്കിനി അതെങ്ങനെ ഇതിനകത്ത് കറക്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഹെഡ്സെറ്റിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്, ലൈവ് റെക്കോർഡ് ചെയ്യാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ബേക്കറിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ചെറിയ നോയ്സ് പൊല്യൂഷൻ നിങ്ങൾക്ക് കേൾക്കാം. എല്ലാവരും ദയവായി ക്ഷമിക്കുക. ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നതിന് ഒരേ സമയത്ത് സൗണ്ട് കൊടുക്കുന്ന പാടായതുകൊണ്ട് ഞാനിപ്പോൾ എട്ട് വെച്ചേക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കേണ്ടതിന് വേണ്ടി എൻ്റെ അല്ല, പാട്ടിൻ്റെ സൗണ്ട് കേൾക്കണം. ഇപ്പം താഴോട്ട് എടുക്കുമ്പോൾ നമുക്ക് ലോഗിൻ ഒരു ഓപ്ഷൻ കാണാം. ഇതിനകത്ത് എനേബിൾ ചെയ്തിട്ട് ഈ കളർ ഞെക്കുക.
എന്നിട്ട് ഞാനിപ്പോൾ ഈ കളർ കണ്ടിരുന്നത് ഇഷ്ടമുള്ള കളറൊക്കെ ഇടാം. അത് ഇച്ചിരി ഒന്ന് കൂട്ടുകയാണെങ്കിൽ എടുത്ത് കാണിക്കത്തില്ല. പിന്നെ താഴോട്ട് ഷാഡ ചുമ്മാ ഒന്നെ ഇവിടെ എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഔട്ട്ലൈൻ ഒന്ന് ചുമ്മാ എനേബിൾ ചെയ്തിട്ടാൽ മതി. അത് കറക്റ്റ് അതിൻ്റെ ഇത് കാണിച്ചോളൂ. എന്നിട്ട് താഴോട്ട് എടുത്തിട്ട് ഇന്ന ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കട്ടെ കൊടുക്കുന്നത് ലെറ്റർ ബൈ ലെറ്റർ നോക്കട്ടെ. കൊള്ളത്തില്ല, കണ്ണു ഒന്നും കൊള്ളത്തില്ല. പോപ്പ് ഔട്ട് വേർഡ് ഒന്നും കൊള്ളത്തില്ല. എൻ്റെ സ്ലൈഡപ്പ് നോക്കാം, അത് കൊള്ളാൻ തോന്നുന്നു. എനിക്ക് ചുമ്മാ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്ത് നോക്കണം. ബാക്ക് അടിക്കുക. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ്. ഈ വീഡിയോയുടെ അല്ല, ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോയുടെ ഞാൻ അടുത്ത വീഡിയോ പറ്റുമെങ്കിൽ കൊടുക്കാം. എവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന രൂപമില്ല എനിക്ക്. ഈ കണ്ണെങ്ങാണ്ട് കിട്ടിയാൽ തോന്നുന്നു. പിന്നെ ഔട്ടാണ് പൈസ എടുക്കുക. പിന്നെ പേരാണ് വിളിക്കുന്നത്. ടിക്കറ്റ് എടുക്കുക. നമുക്കത് ട്രൈ ചെയ്തോ. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കൂട്ടം തുടർന്നാൽ അട്ടപ്പെട്ടല്ല. പണിയായി. പിന്നെ ഈ മലയിലുള്ള എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഇപ്പം എന്നിട്ട് ഇഷ്ടമുള്ള ക്ലാരിറ്റി ഇട്ടിട്ട് ഹൈ ഇട്ടാൽ അത്രയും ക്വാളിറ്റി കിട്ടും, ക്ലാരിറ്റി കിട്ടും. പിന്നെ HD ഇടാം. അങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ട്. ഇനിയിപ്പം 360 ഇടുന്നുള്ളൂ, എനിക്ക് ആവശ്യമില്ല. എന്നിട്ട് ഈ എക്സ്പോർട്ട് എന്നുള്ള ബട്ടൺ ഞെക്കുക. ഞാനിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. മിക്കവാറും നാളെ തന്നെ കാണും. ഇറ്റ്സ് മീ അവിനാഷ് സൈനിങ് ഓഫ്. ബൈ ബൈ.